മുൻ മുഖ്യമന്ത്രി വെടിയേറ്റ സാഹചര്യത്തിൽ നാടെങ്ങും അക്രമങ്ങളും കലാപങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ പ്രൈവറ്റ് ബസ്സുകളും മറ്റു ചില പ്രൈവറ്റ് വാഹനങ്ങളും കത്തിയ നിലയിൽ പലയിടത്തു നിന്നും കിട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഇന്നും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പലയിടങ്ങളിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. എങ്കിലും ആരോഗ്യനില വീണ്ടെടുക്കാനാകുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ന്യൂസ് വായിക്കുന്നത് ഉമ. എല്ലാത്തിനും നമ്മളെ കാരണം പറഞ്ഞ് എല്ലാ പത്രത്തിലും വാർത്ത വന്നിരിക്കുക. ജനങ്ങൾക്ക് നമ്മുടെ മേലെ നല്ലൊരു ഇംപ്രഷൻ വന്ന സമയത്ത് ആരോഗ്യം പണിഞ്ഞു കണ്ടില്ലേ? ഇനി ജനങ്ങളെ എന്നെ ഫേസ് ചെയ്യുന്നത്. അത് വിടറാ. തമിഴ് മകനെതിരായിട്ടല്ലേ നമ്മൾ ഇലക്ഷനിലേക്ക് വന്നേ. അവനില്ലാതായ പിന്നെ നമുക്ക് എന്തിനാണ് ഈ ഇലക്ഷനും ഓട്ടൊക്കെ? നീ എന്തൊക്കെയാ സംസാരിക്കുന്നത് മനസ്സിലായോ? ഇപ്പം മരിച്ചു പോയാലേ അവന്റെ കുറ്റകൃത്യങ്ങൾ പുറത്തു വരില്ല. അവനോട് സെന്റിമെന്റ്സേ വരുള്ളൂ. എന്നിട്ട് ആ സെന്റിമെന്റ്സ് കാണിച്ച് വേറെ പല ഫ്രോഡുകളിനെ അധികാരം പിടിക്കും. ആരാണ് രാജ്യദ്രോഹി? അവൻ പുണ്യാളനായി ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ പ്രതിമയായിട്ട് നിൽക്കും. അതാണ് ഈ നാടിന്റെ തലയിലെത്തുന്ന വെച്ചാൽ പിന്നെ മാറ്റാൻ സാധിക്കുമോ? ഇലക്ഷൻ തീരണവരെ നോക്കാം. ഇനി ആ കള്ളച്ചാര ഉണ്ടാക്കുന്നതിന് കഞ്ചാവ് കൊടുത്തതിനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്നാ തമിഴ് മകനെ ഷൂട്ട് ചെയ്തതുപോലെ ഒരു AK-47 എടുത്ത് എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജയിലിലേക്ക് പോകുന്ന നല്ലത്. എന്താ പറഞ്ഞേ? തമിഴ് മകനെ വെടിവെച്ച് പോലെയാ? പറയടാ, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? പറടാ, അവനെ നീയാണ് വെടിവെച്ച്. പറയടാ. എന്തെങ്കിലും ഒന്ന് പറയടാ. നീ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് പറ. ഒന്നും മിണ്ടായിരിക്കടാ. ഭ്രാന്ത് പിടിച്ചത് എനിക്കാണോ നിനക്കാണോ 5 മിനിറ്റ് ഞാൻ മനസ്സിലാക്കി തരാം. നാളെ 4 മണിക്ക് കലാശക്കൊട്ട് തീരാ. കലാശക്കൊട്ട് തീരുന്നതിന് 15 മിനിറ്റ് മുന്നേ, അതായത് കറക്റ്റ് 3:45 മണിക്ക് നിങ്ങളൊരു വലിയ ജനക്കൂട്ടം അറേഞ്ച് ചെയ്യും. ആ ജനക്കൂട്ടം ഏത് കക്ഷിയിൽപ്പെട്ടവരായാലും ഈ നാടിന്റെ തലയിലെടുത്ത് മാറ്റാൻ പോകുന്ന ജനക്കൂട്ടമാണ്. തലയിലെടുത്ത് മാറ്റാൻ പോകുന്ന ജനക്കൂട്ടം എല്ലാവരെയും അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കേ. ഒരേ ഒരുത്തൻ ഈ നാട്ടുകാരെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇത് നോക്ക്, തമിഴ് മകന് വെടിയേറ്റ സമയത്തുള്ള ഫോട്ടോ. വലത് സൈഡിലാണ് വെടിയേറ്റിരിക്കുന്നത്. ഇതിപ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഫോട്ടോയാ. ഇതിലിപ്പോ ഇടതുവശത്തെ കെട്ടിരിക്കുന്നത്. വെടിയേറ്റത് വലതുവശമാണെങ്കിൽ കെട്ടിവെച്ചിരിക്കുന്നത് ഇടതുവശത്താണല്ലോ. അപ്പൊ അയാൾക്ക് വെടിയേറ്റതും ഹോസ്പിറ്റലായതൊക്കെ എന്താ? അത് തന്നെയാണ് രാജതന്ത്രം. നമ്മൾ ജനങ്ങളുടെ അടുത്ത് സെന്റിമെന്റ്സ് ഇറക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ആളെ വിട്ട് എന്നെ തന്നെ വെടിവെപ്പിച്ചത്. അപ്പൊ ആളുകളുടെ മുമ്പിൽ സഹതാപം ഉണ്ടാകും. ഇപ്പൊ കണ്ടോ, ആളുകളുടെ മുമ്പിൽ കാറിക്കൂവണ്ട, കയ്യും കാലും പിടിച്ച് വോട്ട് തന്നണ്ട, സുന്ദരമായിട്ട് ജയിക്കാമല്ലോ. ഡോക്ടറെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടാകും. അത് കണ്ടോ, ഏതോ ഒരുത്തൻ വീഡിയോ എടുക്കുന്നുണ്ട്, നോക്ക്. ഇതിലൊരു കേസിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളേ. ഇതിൽ കേസ് ഒന്നുമില്ലല്ലോ. രണ്ടുപേരും നേഴ്സ് സ്റ്റേഷനിൽ വന്നില്ലേ? അവരെങ്ങോട്ടാ പോയത്? ചിട്ടിയാരെന്താ അവന്റെ അപ്പനായ പിടിക്ക്.
ഒരു പ്രധാന അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 3:45 നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. എല്ലാ ജനങ്ങളും അതിൽ തീർച്ചയായും പങ്കെടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും തരണം. Come on, പറയേ. സാറേ, അവൻ എല്ലാ സത്യങ്ങളും പറയാൻ പോവാ. എന്നവനെ കൊന്നുകളാ. ഞാൻ തന്നെ അനുഭവിച്ചോളാം. ആ തമിഴ് മകനെ നിങ്ങൾ വിശ്വസിക്കില്ലേ? ഞാനും അവരും ചെയ്ത് എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കോളേജ് സ്റ്റുഡന്റിനെ കൊന്നത് അവൻ പറഞ്ഞിട്ടാ. കൊല ചെയ്തത് വിദ്യയും അവൻ പറഞ്ഞിട്ടാ. ഞാൻ റേപ്പ് ചെയ്ത്. സംസ്ഥാനത്ത് നടന്ന നിയോജക മണ്ഡല ഇലക്ഷന്റെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊല്ലം പത്തനാപുരത്ത് മത്സരിച്ച മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സത്യമൂർത്തിയേക്കാൾ കുറഞ്ഞത് 30,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും മത്സരിച്ച യുവ സ്ഥാനാർത്ഥി സുഭാഷും പത്തനംതിട്ടയിൽ നിന്നും മത്സരിച്ച യുവ സ്ഥാനാർത്ഥി വിശ്വവും ആലപ്പുഴയിൽ നിന്നും യുവ സ്ഥാനാർത്ഥി പാണ്ഡ്യനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥികൾ 175ഓളം വോട്ടുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. സത്യമൂർത്തിയുടെ നേതൃത്വത്തിൽ 8 പേരുള്ള മന്ത്രിസഭ നാളെ ടൗൺ ഹാളിൽ ലളിതമായ ചടങ്ങുകളോടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കലാ സാംസ്കാരിക മന്ത്രിയായിട്ട് പദവി ഏറ്റെടുക്കുന്ന ഞാൻ നിയമം വഴങ്ങിയും എന്റെ മനസാക്ഷിക്ക് വഴങ്ങിയും ജോലി ചെയ്യുള്ളൂന്ന് ഞാൻ സത്യം ചെയ്യുന്നു. വ്യവസായ മന്ത്രിയായി ചുമതലയേക്കുന്ന ഞാൻ നിയമത്തിനും എന്റെ മനസാക്ഷിക്ക് അനുസൃതമായി കടമ ചെയ്യുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നീതി നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ കഴിവുകളും വിനിയോഗിക്കുന്നതാണ്. ഗതാഗത മന്ത്രിയായിട്ട് പദവി ഏറ്റെടുക്കുന്ന ഞാൻ നിയമം വഴി വിദ്യാർത്ഥി ഐക്യം വിജയിക്കട്ടെ, വിജയിക്കട്ടെ, ഐക്യം വിജയിക്കട്ടെ, വിജയിക്കട്ടെ, ഐക്യം വിദ്യാർത്ഥി ഐക്യം വിജയിക്കട്ടെ, വിജയിക്കട്ടെ. ഇന്ന് രാഷ്ട്രീയം ഈ അവസ്ഥയിലായിരിക്കുന്നതിന് കാരണം ഇതിനു മുൻപ് ഭരിച്ചിരുന്ന മന്ത്രിമാരും അവരുടെ അഴിമതി നിറഞ്ഞ ഭരണവുമാണ്. ഇനി രാഷ്ട്രീയ നേതാക്കളും മറ്റ് പദവിയിലിരിക്കുന്നവരും പങ്കെടുക്കുന്ന ചടങ്ങുകൾ വളരെ ലളിതമായി തന്നെ നടത്തപ്പെടുന്നതാണ്. അതുമൂലം ലാഭിച്ചെടുക്കുന്ന ധനം ഉപയോഗിച്ച് സംസ്ഥാനത്തെ നല്ല കാര്യങ്ങൾക്കായി അത് വിനിയോഗിക്കാൻ പോവുകയാണ്. മന്ത്രിമാരുടെ പുറത്ത് ബന്ദോബസ്ത്, പുറത്തേക്കിറങ്ങിയ പോലീസ് എസ്കോർട്ട്, മുൻപിലെ കാറ്, പുറകിലെ കാറ്, ഇതൊന്നുമില്ലാതെ എല്ലാ മന്ത്രിമാരും ഒരു സാധാരണ പൗരനെ പോലെയാണ് ഇനി സഞ്ചരിക്കാൻ പോവുക. IAS എടുത്തവരും MBBS എടുത്തവരും ഒക്കെ 5000 രൂപ സമ്പാദിക്കാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഉപ്പ് പോലും ഇടാൻ അറിയാത്ത ആൾക്കാര് 500 കോടി 1000 കോടിയൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. മുൻ മന്ത്രിസഭയ്ക്കെതിരെ വിചാരണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അവർ അനധികൃതമായി സമ്പാദിച്ച പണത്തെ ഗവൺമെന്റ് തന്നെ പിടിച്ചെടുത്ത് ആ ധനവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പോവുകയാണ്. ഇത് ഖജനാവ് കട്ടുമുടിക്കുകയാണ്. അല്ല, ജനങ്ങളുടെ ഇന്ന് കൊള്ളയടിച്ച പണം നമ്മൾ ജനങ്ങൾക്ക് തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താലേ ഇനി അഴിമതി കാണിക്കുന്നവർക്ക് ഭയമുണ്ടാവുകയുള്ളൂ.
കൺഗ്രാറ്റ്സ്.